നല്ല വചനം പേജിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തു തത്വശാസ്ത്ര പഠനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിന് പ്രവചനങ്ങളിൽ നൽകപ്പെട്ടിട്ടുള്ള ദൈവിക നാമങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചുരുക്കമായി പഠിക്കുവാൻ പോകുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം സംബന്ധിച്ച് ധാരാളം പ്രവചനങ്ങൾ മുൻപ് കൂട്ടി വിശുദ്ധ ബൈബിൾ നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് നാം ഇതിനോടകം ചിന്തിച്ചതാണ്. ആ പ്രവചനങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിന് ചില പേരുകൾ നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു പ്രവചന ഭാഗമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, 6ഉം 7ഉം വാക്യങ്ങൾ. ആ വാക്യങ്ങൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും, അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് പ്രവചനപരമായി ദൈവം നൽകിയ പേരുകളാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിൽ ഓരോന്നോരോന്നായി ചുരുക്കമായി ഞാൻ ഓർപ്പിക്കട്ടെ. ഒന്നാമതായി പറയപ്പെടുന്നത് അത്ഭുതം, വണ്ടർഫുൾ എന്ന വാക്കാണ്. ദൈവം മാത്രമേ യഥാർത്ഥ അത്ഭുത വിഷയമായിട്ടിരിക്കുന്നുള്ളൂ. ലൂക്കോസ് 18:19 കാണുക: ദൈവമല്ലാതെ നല്ലവൻ ആരുമില്ല. നമുക്കറിയാമല്ലോ, മനശ്ശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട യഹോവയുടെ ദൂതനെ കുറിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ മനശ്ശയ്ക്കും പ്രത്യക്ഷപ്പെട്ട ദൈവത്തിന്റെ ദൂതൻ, ആ ദൂതനെ സംബന്ധിച്ച് വളരെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ അറിയാനുള്ള താല്പര്യത്തോടെ മനശ്ശ അവനോട് നിന്റെ പേരെന്ത് എന്ന് ചോദിക്കുന്നു. അപ്പൊ നിന്റെ പേരെന്തെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത്, നീ എന്റെ പേര് ചോദിക്കുന്ന എന്ത്, അത് അതിശയമുള്ളത്, ഇറ്റ് ഈസ് വണ്ടർഫുൾ എന്നാണ് എഴുതിക്കുന്നത്. ദൈവമല്ലാതെ അത്ഭുതം ആയി മറ്റ് ഒന്നും തന്നെ ഇല്ല. 2, മന്ത്രി. സർവജ്ഞാനിയായ ദൈവത്തിനു മാത്രമേ നല്ല ആലോചനക്കാരനായിരിക്കാൻ കഴിയുള്ളൂ. 16-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യം. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തുന്നു എന്ന് ദാവീദ് പറയുന്നു. മാനുഷികമായ ആലോചനകൾക്ക് തരുന്ന ധാരാളം സംവിധാനങ്ങൾ ഭൂമിയിലുണ്ട്. എന്നാൽ വാസ്തവത്തിൽ നമുക്ക് ശരിയായ പന്താവിൽ ഒരാലോചന തരുവാൻ കഴിയുന്നവൻ സർവശക്തനായ ദൈവം മാത്രമാണ്. അവിടുന്ന് മാത്രമാണ് നമ്മുടെ മന്ത്രി, ആലോചനക്കാരൻ. 3, വീരനാം ദൈവം. മിശിയ ആരെക്കുറിച്ച് പ്രവചിക്കുന്നുവോ അവൻ താൻ തന്നെ ദൈവമാണ്. യേശുക്രിസ്തു ദൈവമല്ലെന്നും ദൈവത്തിന്റെ പുത്രനാണെന്നും യേശുക്രിസ്തു പിതാവിനെ ദൈവമെന്ന് വിളിച്ചെന്നും പുത്രനെ ആരാധിക്കുന്നില്ല, എല്ലാവരും പിതാവിനെയാണ് ആരാധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വിപരീത ഉപദേശങ്ങൾ പടച്ചുവിടുന്ന ധാരാളം ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളോട് നമുക്ക് പറയാനുള്ളത്, വിശുദ്ധ വേദപുസ്തകം കർത്താവായ യേശുവിനെ സംബന്ധിച്ചുള്ള പ്രവചന നാമങ്ങളിൽ അവനെ വീരനാം ദൈവം, ദ മൈറ്റി ഗോഡ് എന്നാണ് വിളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ കർത്താവായ യേശു ദൈവം തന്നെയാണ്. രാജാതിരാജാവും കർത്താതി കർത്താവും, താൻ മാത്രം അമർത്തിയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമാണ് ക്രിസ്തു. എന്ന് മാത്രമല്ല, തീത്തോസും ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുമ്പോൾ നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷയ്ക്കായും കാത്തിരിക്കുന്നു എന്ന് പ്രത്യേകം എടുത്തു പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു വീരനായ ദൈവമാണ്. പിതാവായ ദൈവം എപ്രകാരം ദൈവമായിരിക്കുന്നു, അപ്രകാരം തന്നെ വീരനായ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു, പുത്രനായ ക്രിസ്തു. ഇനിയും ഒടുവിൽ പറയുന്നത് അവിടുന്ന് നിത്യപിതാവ് ആകുന്നുവെന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകും. ഇത് കർത്താവ് പറഞ്ഞത് ക്രിസ്തു ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന ഫിലിപ്പോസ് പിതാവിനെ തങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം എന്നാവശ്യപ്പെട്ടവന് മറുപടി പറഞ്ഞ കാര്യമാണ്. ഞാനും പിതാവും ഒന്നാകുന്നു. യെശയ്യാ 9:6 മനുഷ്യനായ യേശുവിനെ ജനിച്ചവനായ ദൈവമായ യേശുവിന് നൽകപ്പെട്ടവനായും കാണുന്നു. അതായത് മനുഷ്യനായ യേശുവിനെ ജനിച്ചവനായും
ദൈവമായ ക്രിസ്തുവിനെ നൽകപ്പെട്ടവനായും കാണുന്നു. 2 പദപ്രയോഗങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഫോർ അണ്ടു us എ ചൈൽഡ് ഈസ് ബോൺ, അഥവാ യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന്റെ ആരംഭത്തിൽ കുറിക്കുകയാകുന്നു. ആൻഡ് അണ്ടു us എ സൺ ഈസ് ഗിവൺ, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അത് ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ഉയർത്തി കാണിക്കുകയാകുന്നു ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ച് ഇപ്രകാരം പ്രവചനത്തിൽ പല പേരുകൾ നൽകിയിട്ടുണ്ട്. ആ പേരുകളെല്ലാം തന്നെ ക്രിസ്തു ദൈവപുത്രനാണ് എന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ്.